ഹായ് നമസ്കാരം. DC ബുക്സ് പ്രസിദ്ധീകരിച്ച് വരുൺ അരോളി എഴുതിയ നൊസ്റ്റാൾജിയ ബോക്സ്. തികച്ചും വ്യത്യസ്തമായ രീതിയിൽ എഴുതപ്പെട്ട ഒരു നോവൽ. ജീവിതത്തിൽ പ്രണയിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകില്ല. തുറന്നു പറയാൻ കഴിയാതിരുന്ന പല പ്രണയങ്ങളും പലരും ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാകും. പ്രണയിക്കുന്നവരുടെ ഒത്തുചേരൽ നമ്മൾ ഏറെ ആഗ്രഹിക്കുന്നതാണ്. പലപ്പോഴും അത്തരമൊരു ക്ലൈമാക്സ് ആണ് മൂവിയിലോ പുസ്തകങ്ങളിലോ ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നത്. നൊസ്റ്റാൾജിയ ബോക്സ് എന്ന ഈ പുസ്തകം ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് മിസ്റ്ററി ബോക്സ് എന്നാണ്. അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ കാറ്റഗറിയിൽ വരുന്ന ഈ പുസ്തകം വായിക്കും തോറും നമ്മുടെ കൗതുകം കൂട്ടിക്കൊണ്ടേയിരിക്കും. ഇനി കഥയിലേക്ക് കടക്കാം. ഒരു തവണ പ്രണയത്തിലായി പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തവർ വീണ്ടും പ്രണയത്തിലാവുന്നു. വിവാഹത്തിന്റെ പടിവാതിൽക്കൽ വരെ എത്തുന്നു. ആ സമയം ഹരി പ്രണയിനിക്കായി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പ്ലാൻ ചെയ്യുന്നു. അതിനുവേണ്ടി സജിയെയും സിദ്ധാർത്ഥിനെയും സമീപിക്കുന്നു. ഒരു നൊസ്റ്റാൾജിയ ബോക്സിന് വേണ്ടി ഹരിയും ജാനകിയും പോയി മറഞ്ഞ വഴികളും അവരുടെ ഒത്തുചേരലുകളും എല്ലാം കൂടിക്കലർന്ന ഒന്ന്. നൊസ്റ്റാൾജിയ ബോക്സിന്റെ ഏകദേശ പൂർത്തീകരണ സമയത്തിനോടടുത്തതും ഹരിയെ സജിക്കും സിദ്ധാർത്ഥിനും കണ്ടെത്താനായില്ല. ഹരിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും അവരുടെ കൈവശം ഇല്ലായിരുന്നു എന്നതാണ് വാസ്തവം. അല്ലെങ്കിൽ ഹരി മനഃപൂർവ്വം അത് ഒളിച്ചുവെച്ചു. നൊസ്റ്റാൾജിയ ബോക്സിന്റെ മേക്കിങ്ങിന് വേണ്ടി ഹരി അയച്ചു കൊടുത്ത കുറച്ച് ലിമിറ്റഡ് റിസോഴ്സസിൽ നിന്നും ഹരിയെയും ജാനകിയെയും തേടി സിദ്ധാർത്ഥും സജിയും ഇറങ്ങുന്നു. സത്യത്തിൽ നമ്മളെ ക്യൂരിയോസിറ്റിയുടെ മുൾമുനയിൽ എത്തിക്കുന്നതും ഈ പോയിന്റിൽ വെച്ചാണ്. സത്യത്തിൽ അവർക്ക് എന്തു പറ്റി? വിവാഹത്തിലേക്ക് എത്തിയില്ലെങ്കിലും ഈ സമ്മാനം ഏറ്റുവാങ്ങാനോ അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കാനോ ഹരിക്ക് കഴിയില്ലായിരുന്നു. ഒരു ഫോൺ കോൾ ആയിട്ടോ ഇമെയിലായിട്ടോ അങ്ങനെ എന്തെങ്കിലും വഴി. 299 രൂപ വില വരുന്ന DC ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം നിങ്ങളെ ഹൈലി എൻഗേജ്ഡ് ആക്കും. വരുൺ അരോളി എഴുതിയ നൊസ്റ്റാൾജിയ ബോക്സ്.